യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉണ്ണീശോയെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിൻ്റെ 15-ാമത്തെ ദിവസത്തിൽ ചിരിയുടെ വസന്തം ഒരുക്കിയാൽ ചുറ്റുപാടും കണ്ടുമുട്ടുന്ന ജീവിതങ്ങൾക്കൊരു ചിരിയുടെ വസന്തം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. മദർ തെരേസ രോഗീ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ എന്തു ചെയ്യുന്നുവെന്ന ചോദ്യത്തിന് അമ്മ പറഞ്ഞ മനോഹരമായൊരു മറുപടിയുണ്ട്. ഒരുപക്ഷെ സങ്കടത്തോടെ നിരാശയോടെ മരിക്കാൻ കിടക്കുന്നവരെ ചിരിച്ചുകൊണ്ട് മരിക്കാൻ സഹായിക്കുക. ചിന്തിക്കാൻ പോലും ആവാത്ത വിധം തെരുവോരങ്ങളെ ഉപേക്ഷിക്കപ്പെട്ട ഈ അനുഭവങ്ങളെ മുഴുവനും ചങ്കിലേറുന്ന ജീവിതങ്ങൾക്ക് ഇത്തരമൊരു പ്രതീക്ഷയുടെ ചിരിയുടെ സാധ്യതയൊരുക്കുക. ദ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ചിത്രത്തിൽ മനോഹരമായിട്ടൊരു ചിത്രമുണ്ട്, ഒരു കാഴ്ചയുണ്ട്. ഒരു സമ്പന്നനായ രോഗിയും ദരിദ്രനായ രോഗിയും ഒരേ മുറിയിൽ കിടക്കുന്നു, മരണാസന്നരായി. ദരിദ്രൻ ഇങ്ങനെ പേപ്പറിൽ എന്തോ കുറിക്കുന്നു, വേസ്റ്റ് ബോക്സിലേക്ക് ഇടുന്നു. സമ്പന്നൻ വിചാരിച്ചു അവൻ്റെ പരാതികളാകാമെന്ന്, വിവിധങ്ങളായ പരാതികൾ. ഒടുവിൽ എപ്പോഴോ സമയം കിട്ടിയപ്പോൾ വേസ്റ്റ് ബോക്സിൽ എന്തെഴുതിയിട്ടുവെന്ന് ഇയാൾ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുമ്പോൾ കാണുന്നത് വിസ്മയകരമായ ഒരു കാര്യമാണ്. എനിക്കൊരു ബർഗർ കഴിച്ചിട്ട് മരിക്കണമെന്നുണ്ട്. വലിയ സ്വപ്നങ്ങളൊന്നുമില്ല, വളരെ ചെറുത്. നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിൻ്റെ പുഞ്ചിരി തിരികെ പിടിക്കാൻ തക്ക വിധം അഭിഷേകത്തോടും അനുഗ്രഹത്തോടും കൂടെ ഉണ്ണിയേശുവിൻ്റെ പിറവിക്ക് വേണ്ടി ഒരുങ്ങാൻ നമുക്കായാൽ, എന്നിലൂടെ നിങ്ങളിലൂടെ ചുറ്റുപാടുകളെ തെല്ലൊന്ന് ഈ ചിരിയുടെ ശോഭ പ്രസരിപ്പിക്കാൻ കഴിഞ്ഞാൽ എത്ര വിസ്മയകരമാണ് നമ്മുടെ ജീവിതം. ഓരോരുത്തരിലൂടെയും സ്വർഗം സ്വപ്നം കാണുന്ന ഈ ആത്മീയത, ഉണ്ണീശോ പ്രതീക്ഷിക്കുന്ന ഈ ചൈതന്യം നമുക്കും സ്വന്തമാക്കാം. കടന്നു പോകുന്ന ജീവിതങ്ങളെ ആ ചിരിയിലേക്ക്, നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങളെ ഏതെങ്കിലും വിധത്തിൽ തിരിച്ചു കൊടുത്തുകൊണ്ട് തിരികെ പിടിക്കാം. യേശു അനുഗ്രഹിക്കട്ടെ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.